ഇന്ന് നമ്മളൊരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ജോണിക്ക് വേണ്ടി, വിമലിന് വേണ്ടി, റിനുവിന് വേണ്ടി, രാജന് വേണ്ടി, വിജയമയ്ക്ക് വേണ്ടി ഇവർ 4 പേർക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മക്കൾ 4 പേരും ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇൻ്റർവ്യൂവിൽ അവർ പാസ്സാകാനും അവർക്ക് ഉന്നതമായ വിജയം കൊടുക്കാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ തിരുവചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിഗണിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് എല്ലാം നന്മയായിട്ട് മാറുമെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് ജീവിക്കുക. പലതരത്തിലുള്ള വിളി നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആ വിളിയിൽ നിന്നുകൊണ്ട് ഈശോയുടെ ലക്ഷ്യത്തിലേക്ക്, ഈശോ എന്തിനെക്കുറിച്ചാണോ ഈ ഭൂമി വന്നപ്പോൾ പറഞ്ഞത് അത് നമ്മളെല്ലാവരും പൂർത്തീകരിക്കണമെന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയായിട്ട് മാറി. ഈ നിമിഷങ്ങളിൽ കർത്താവേ, ദൈവസ്നേഹത്തിൽ എല്ലാവരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആമുഖത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന ആ 4 മക്കളുടെ ഇൻ്റർവ്യൂ അവർ പാസ്സാകാനായിട്ട് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നത വിജയം കൊടുത്ത് അവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ടോക്ക് കണ്ട് ഏതെങ്കിലും കുട്ടികളോ കുടുംബങ്ങളോ വ്യക്തികളോ പരീക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അവരൊന്ന് വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.